അഡ്മിൻ തന്തേലാഴി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആഷ്മോട്ടലാണ് നമ്മളല്ല. സോറി. മച്ചു അതെന്തത്? ഞാൻ പൊങ്ങിട്ടാണ് വിട്ടാ മതി. മച്ചു വണ്ടിയാ സോറി റെഡിയെന്ന് ചേട്ടാ. അവര് മുതുക്കലുണ്ടെന്ന് ഒരു മര്യാദ കേടല്ലേടാ കാണിച്ചത് അമ്മാര്. വണ്ടി തട്ടിയിട്ട് നിർത്തി അയാള് പൊങ്ങുന്നിടം വരെ നിർത്താനുള്ള ഒരു മര്യാദ വേണ്ടേ? അത്രയ്ക്ക് ധൃതിയായിരിക്കാണ് അവിടെ. ഒന്ന് കാണണമല്ലോ. റിപ്പയർ ഉണ്ടെന്ന് കണ്ണാ. റിപ്പയർ ഐ ആം കമ്മിങ്. വീഡിയോ ഒക്കെ നോക്കാം അവസാനം നോക്കാം. വീഡിയോ ഒക്കെ നോക്കാം. ആദ്യം സംസാരിക്കാം. പറയണ ഇവിടെ റേഡിയോയിലല്ല. ഓ ഇവിടെ പറയണ. പിന്നെ MVP കൊന്നല്ലോ. MVP 7 കൂടിയല്ലൂടെ 8 ആയെന്ന് അറിഞ്ഞേ. അതെന്താണോ പോയത്? അതെന്ത് പോക്കടാ പോയത്? അതിലൊട്ടിയ ജെല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്ത് കഴിക്കണ ചെല്ലല്ലേ. എവിടെ എവിടെ അതല്ല ഓ എവിടെ വണ്ടി കയറ് ഇത് മണ്ടയില് നിൽപ്പുണ്ട്. ഇതിലാ ആൾക്കാര് വണ്ടിയിൽ ഇരിപ്പുണ്ട്. കുക്കടപ്പാണ് മാൻ. വണ്ടി കയറി നമ്മൾ ആള് കേറിയിട്ട് നമുക്ക് സംസാരിക്കാം. ഇല്ല നമുക്കൊരു സോറി മതി. നമുക്കത് എന്റെ അഭിപ്രായത്തിൽ നമുക്കൊരു സോറി മതി. അതൊക്കെ മേടിച്ചരാ ആരടിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ കുക്കടപ്പ അവനെന്താ മാഞ്ഞുവാടാ? ഇതെന്താ സംസാരിക്കുന്നതിന് മുമ്പ് അടിയ? ഇത് ആരാ അടിയാക്കിയത്? അലങ്കാരായിട്ട് നടക്കല്ലേ? എന്താ ബ്രോ? ഹലോ ഓ അടി ഇവിടെ അടിയായേ. ഓ ഇവിടെ അടിപൊട്ടി. മോബി സാംസിലേക്കിനടുത്ത് മോബിയാണ് ആദ്യം അടിച്ചതോടെ. പിന്നെ ഷേക്ക് ആഷ് ബ്രൂട്ടലിനെ എടുത്തിരിക്കുന്നു. ആഷ് ജർമ്മൻ കണ്ണാപ്പി ഷേക്കിനെ എടുത്തിരിക്കുന്നു. ഇവിടെ ജൂഡ് വിക്രുമോന് കിലുവ ജപ്പ റാംബോനെ എടുത്തിരിക്കുന്നു. മാക്ക് കിലുവനെടുത്ത്. എന്തൊക്കെയാ നടക്കുന്നത്? ജൂഡ് ഇപ്പൊ എവിടൊക്കെയാ അടി പൊട്ടുന്ന? നീല് ഡൗൺ ആയിരിക്കുന്നു. ഇക്രുമോ നീലിനെ എടുത്ത്. റയാൻ മിന്നൽ മാക്കിനെ എടുത്ത്. രായൻ മിന്നൽ മാക്കിനെ എടുത്ത്. ജോക്കറിനെ മദാര എടുത്ത്. റഷ്യൻ ഇവിടെ മേളിൽ കയറി അടിക്കുന്നുണ്ട്. ഓ മദാരയ്ക്ക് നല്ല രീതിയിൽ ടാഗ് ആവുന്നുണ്ട്. ഇക്രുമോൻ മദാര എടുത്ത്. ഇക്രുമോനെ ഇവിടെയുള്ള കുറേ പേര് ഡൗൺ ആക്കുന്നുണ്ട്. ജൂഡ് ഈ ഒരു ബുള്ളും ജൂഡ് ഇവിടെ നിൽപ്പുണ്ട്. രായൻ
രായൻ ബുള്ള് രായനെടുത്ത് അതെന്താണെന്നോ ഫ്ലിക്ക് അടിച്ചതാണ്. ഏബിൾ ആര് ഡൗൺ ആക്കിയില്ല. ഏബിൾ പ്രണവ് ഡൗൺ ആക്കി. റഷ്യൻ ഡിഎൻഎല്ലിന് റഷ്യൻ ഡിഎൻഎൽ ഏബിളിനെ എടുത്തെന്ന് തോന്നുന്നു. അമ്പത്തൂരിന് ഇക്രുമോൻ എടുത്ത്. ഇക്രുമോൻ അവിടെ കുറേ പിക്ക് എടുത്തിട്ടുണ്ട്. ഇക്രുമോൻ കുറേ പേര് ഡൗൺ ആക്കിയെന്ന് തോന്നുന്നു ഇവിടെ. ആ ബൈക്കിനിട്ട് ചവിട്ടി അവിടെ അടി തുടങ്ങിയത് ഫസ്റ്റ്. പിന്നെ അതിനുശേഷം മോബി ഒരു പിക്ക് എടുത്തു. പിന്നെ ഫുൾ അടിയായി. ഇനിഷ്യൽ പൊട്ടിയിട്ടുണ്ട്. ഇനിഷ്യൽ സിറ്റുവേഷൻ ആയി ടി വി NRC. സെൻഡെക്സ് ലെക്സ് ജിൻസൊക്കെ ഇവിടെ അടി കിടക്കുന്ന. ലെക്സ് ഡൗൺ ആയി. അല്ല ലെക്സ് സ്പീഡ് എടുത്തു. സെക്കൻഡ് അവിടെ കയറി വരുന്നുണ്ട്. ജുഗുറു വന്നിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നു. സെക്കൻഡ് ജുഗുറു 3 മിനിറ്റേ ഉള്ളൂ. സേഫ് സോൺ അനൗൺസ് ചെയ്തേക്കണം കറക്റ്റായിട്ട് കേട്ടോ. സേഫ് സോൺ അനൗൺസ് ചെയ്തേക്കണം. റേഡിയോ കേട്ടോ? കറക്റ്റായിട്ട് സേഫ് സോൺ അനൗൺസ് ചെയ്തേക്കണം. ഒരു സെക്കൻഡ് പോലും ഡിലേ ആക്കേണ്ട ആവശ്യമില്ല. MRCB ഹോസ്റ്റേജ് എന്ന് പറഞ്ഞിട്ടേക്കുന്ന കേട്ടോ. MRCB ഹോസ്റ്റേജ് പറഞ്ഞ KV ഇട്ടേക്കുന്നത്. ആര് ഹോസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. അവർ കറണ്ട് വേറെ സിറ്റുവേഷൻ അല്ലേ, പിന്നെ എങ്ങനെ ഹോസ്റ്റ് എടുക്കുന്നേ? അടാ എക്സൽ പോയി ചോദിച്ചേ ആരാ ഹോസ്റ്റ് ചെയ്ത് നോക്കിയേ. ആരാ നിങ്ങൾ ഹോസ്റ്റേജിന് എടുത്ത് തരാ? ആരാ ഹോസ്റ്റേജിന് എടുത്തേക്കുന്നത്? ഹോസ്റ്റേജ് ആരാ എടുത്തേക്കുന്നത് ബ്രോ? ബ്രോ ഹോസ്റ്റേജ് എടുക്കാൻ പറ്റത്തില്ല. സിറ്റുവേഷൻ നടക്കില്ല. അപ്പൊ ഹോസ്റ്റേജ് എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഹോസ്റ്റേജ് എടുക്കാൻ പറ്റത്തില്ല. ഓൺഗോയിങ് സിറ്റുവേഷൻ നടക്കില്ല. അപ്പൊ അടുബ്രോ ഇമാരെ സമ്മതിക്കുന്നില്ല കേട്ടോ. ഡെവിൽ ബ്രോ പറഞ്ഞത് MRC സൈഡ് KV സൈഡ് കൊണ്ടുവന്നേരം അത് KV എടുക്കാനല്ലേ, അത് അതാ പറഞ്ഞത് ബ്രോ. അതിന് POV വെരിഫൈ ചെയ്യണോടാ, ചുമ്മാ എന്നിട്ട് സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ല. അത് MRC സൈഡ് അൺവാണ്ടഡ് സിറ്റുവേഷൻ ഇല്ലല്ലോ. അല്ല ഞാനും ചോദിച്ചേ MR സൈഡ് ഹെൽപ്പ് ഇട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനല്ലേ പറഞ്ഞേ. അൺവാണ്ടഡ് സിറ്റുവേഷൻ ഒന്നുമില്ല. ഇവിടെ ഇപ്പൊ എന്താ സംഭവം? ആരാ ഹോസ്റ്റ് എടുത്തേക്കുന്നത്? ഓസ എടുത്ത ആള് കത്തിപ്പോയാണ് ബ്രോ. ഓസ എടുത്ത ആള് പോയി, അവിടെ ഇല്ല ഇപ്പം. അടിച്ചിട്ട് പോയി. അടിച്ചിട്ട് പോയാ? ഇവിടെ ഡൗൺ ആണ്. ഇവിടെ ഡൗൺ അല്ല അവിടെ ഇപ്പൊ കറന്റ് ഹോസ്റ്റൽ ഇല്ല ബ്രോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ KVയുടെ ഇത് സംസാരിക്കാം. വാറ് കഴിഞ്ഞിട്ട് ഞാൻ ഇതാക്കാം. അത് തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ചു. നിങ്ങളെ ഇങ്ങനെ വെറുതെ ഇതിനകത്ത് ചാറ്റിനകത്ത് കിടന്നിട്ട് അടി കൂടണ്ട. നമ്മള് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അറിയാം എങ്ങനെ ഹോൾഡ് ചെയ്യണോ, എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ. അതിനാണ് മാനേജ്മെന്റ് ഞങ്ങൾ അഡ്മിൻസ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാറ്റിനകത്ത് വെറുതെ ബാഡ് ആവേണ്ട ആവശ്യമില്ല. അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണെങ്കിൽ അത് നമ്മൾ അതിൻ്റെ രീതിയിൽ ഹാൻഡിൽ ചെയ്തോളൂ. ഓക്കെ, PO ചെക്ക് ചെയ്തിട്ട്. ഞാൻ ഓൾറെഡി അവിടെ ഇറങ്ങി പറഞ്ഞല്ലോ, നമ്മൾ KV എടുത്ത് ഹോസ്റ്റ് എടുക്കാൻ പറ്റൂല, ഇവിടെ ഓൾറെഡി ഓൺഗോയിങ് സിറ്റുവേഷൻ ആണെന്ന്. അപ്പോൾ നിങ്ങൾ വെറുതെ ചാറ്റിനകത്ത് ഇങ്ങനെ ബാഡ് ആവണ്ട കേട്ടോ. മീൻസ് ലൈക്ക് അടി കൂടണ്ടെന്ന് ഉദ്ദേശിച്ചത്. തമ്മി
സെർവറിനെ ഒന്നും പറയണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടു മൂന്ന് ചാറ്റ് ഉണ്ട് സെർവറിനെ പറയുന്നത്. എന്നെ പറഞ്ഞാലും കുഴപ്പമില്ല, സെർവറിനെ നിങ്ങൾ പറയുന്നത്. ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇവർ ഇത്രയും 2 കൊല്ലമായിട്ട് ഈ സെർവർ സെറ്റപ്പ് ചെയ്തെടുത്തോണ്ട് വന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ സെർവറിനെ അത് പറയുന്നത്. പ്രശ്നമൊന്നുമില്ല ഇവിടെ, കറന്റ് പ്രശ്നമൊന്നുമില്ല. ഇവിടെ 2 മണി ആയല്ലോ. അനൗൺസ്മെന്റ് ഇവിടെ. ഹലോ റേഡിയോ അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ്. ഇനി PvP ചെയ്ത് കഴിഞ്ഞാൽ കിക്കല്ലേ? ഇല്ലല്ല, PvP ചെയ്യാൻ പറ്റില്ല. PvP ചെയ്യാൻ പറ്റില്ല. നാളെ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാം. അതായത് നിങ്ങൾക്ക് നാളെ പ്രീവാറും ബാക്കി കാര്യങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യാമല്ലോ. അല്ല, അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ വേണ്ടായോ എന്ന് അറിയാൻ വേണ്ടി. ബ്രോ, അതായത് നിങ്ങൾക്ക് PvP എലമെന്റ്സ് പാടില്ലെന്നാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ച് നാളത്തെ പ്രീവാർ എപ്പോഴാന്നുള്ളത് പറയാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അവർ അവൈലബിൾ അല്ലെങ്കിൽ നാളെ ഇല്ല, അങ്ങനെ പറ്റില്ല. ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മുടെ പുതിയ റൂൾ പ്രകാരം കൂൾ ഡൗൺ എന്നൊരു സംഭവം വരും. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ്. പിന്നെ നിങ്ങൾക്ക് ഇത് പരാതി ഉണ്ടെങ്കിൽ ബ്രോ, പരാതി ഉണ്ടെങ്കിൽ നമുക്ക് FRP ആയിട്ട് മുന്നോട്ട് പോകാം. ഇല്ലാത്ത പക്ഷം നമ്മളെന്തായാലും ഈഗിൾ ബ്രോ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നമ്മളെന്തായാലും വെരിഫൈ ചെയ്യുന്നുണ്ട്. റീ എൻട്രി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരു ഗ്യാങ്ങിനും അതിൽ നമ്മളെന്തായാലും അത് വെരിഫൈ ചെയ്യും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയ്യോ അങ്ങനല്ല ബ്രോ, റീ എൻട്രി ആരും ചെയ്യരുത്. ഇപ്പം അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് റീവെരിഫൈ ചെയ്തിട്ട് അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ അതിന്റെ ഭവിഷ്യത്ത് എന്താന്നുള്ളത്. ഇനി അത് അവർ ചെയ്യാതിരിക്കാം ഫ്യൂച്ചറിൽ, ഫ്ലാഷ് എടുക്കുന്നല്ല, ഫ്യൂച്ചറിൽ അത് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നാണ് ഉദ്ദേശിച്ചത്. പണ്ട് റീഎൻട്രി തന്നെയല്ലായിരുന്നു. നിങ്ങള് നിങ്ങളുടെ എന്താണ് പറയുന്നത് എപ്പോഴത്തേക്ക് പ്രീവാർ അടിക്കാൻ പറ്റുന്നുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നേരിട്ട് കാണണ്ടല്ലോ, അപ്പൊ റേഡിയോ കൂടെ റേഡിയോ സംസാരിച്ച് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത് നേരിട്ടോ റേഡിയോ കൂടെ നേരിട്ട് തന്നെ മുഖത്ത് നോക്കിയാ പറയണ. ബ്രോ ഹലോ, ദൈവം നമ്മൾ അടിക്കൂല. അവന്മാരെ അടിച്ചാൽ നമ്മൾ അടി കൊണ്ടിട്ട് പിന്നെ അഡ്മിൻ കൊടുക്കുമല്ലോ ആക്ഷൻ. ഒന്നല്ല അവന്മാര് ഇവിടെ കണ്ടി വിളിക്കാതെ കയറി വരുന്ന കട്ടികൾ. അവന്മാര് പറയണ്ട തീട്ടങ്ങൾ അണ്ണാ അണ്ണാ ഇപ്പൊ എങ്ങനെ വാർച്ചാരി ഇടണ? ഞാനൊരു കാര്യം പറയാം, ആരും കണ്ണെടുക്കാൻ ഫയർ ചെയ്യും. ഒരുത്തം പോലും വെടി വെക്കില്ല. ഇപ്പഴേ പറഞ്ഞേക്കാവേ. പിന്നെ അണ്ണൻ സംസാരിക്കും, എല്ലാരും സംസാരിക്കും. അണ്ണൻ കാര്യം പറയാനുള്ള പറയും, നമ്മൾ വരും തിരിച്ചു. ഓക്കെ, ആരും സംസാരിക്കാൻ നിൽക്കരുത്. മാക്സിമം ട്രിഗർ ആക്കാൻ നോക്കത്തുള്ളൂ. ഇവന്മാർ ഇനി ഇറങ്ങി വരണ്ടേ ഈ ഇതിന്റെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഈ വെക്കാൻ കേട്ടാ 5 സെറ്റ് ഞാൻ മാറിയിരുന്നില്ല. അതായത് ഞാനോട് കൊടുക്കാനാ അവന് ഉടുത്തേനെ ഞാൻ എടുത്തിട്ട് 2-1 2-1 റാബോ മാത്രം. റാബോനെ എല്ലാരും ഒറ്റയ്ക്കാക്കിട്ട് പോയി. ഹലോ ഗ്യാങ്സിന്റെ പുറത്തോട്ട് വരാമ്പോ നമ്മളിപ്പോ കൊറേ നേരമായിട്ട് വാർച്ചാറ്റില് കാര്യങ്ങൾ ഇടുന്നുണ്ട്. നിങ്ങള് ലീഡർ അല്ലേ, പുറത്തോട്ട് വാ, സംസാരിക്കാല്ലേ. നിങ്ങക്ക് പ്രീവാറൊന്നും അടിക്കണ്ടേ? വാ പുറത്തോട്ട് വാ. ഹലോ കേക്കുന്നില്ല റാമോ? വരുന്നില്ലേ? പെട്ടെന്ന് വാടാ കുട്ടാ, വാ. ശരി ശരി. അതല്ലേ അത് കൊടുക്കുമെന്നാ പറഞ്ഞ, അങ്ങനെ പറഞ്ഞോണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അത്ര തന്നെ പുള്ളിയുടെ തത്സമയം ഫാമിലി ഓഡിയൻസ് കാണുന്നത് ചീത്ത വിളിക്കാൻ പാടില്ല. കേട്ടല്ലേ, എല്ലാരും കേട്ടല്ലേ? വിളിക്കലേ, നമ്മള് ഫുൾ ഫാമിലി ഓഡിയൻസ് തന്നെ.
ഞാനും ഫാമിലിയാണ് അണ്ണാ റാംബോ വിളിച്ചായിരുന്നു കണ്ണനെ. അണ്ണാ റാംബോ വിളിച്ചായിരുന്നു കേട്ടോ. റാംബോ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഒരാൾ മാത്രമേ ഉള്ളൂ, റാംബോ മാത്രമേ ഉള്ളൂ. ഇല്ല ഒരാളായിട്ട് കേറുന്നുണ്ട്. ഇപ്പൊ ഒന്നായിരുന്നില്ല, ഇപ്പൊ രണ്ടാളായി. എല്ലാരും കേറും. ഒന്ന് രണ്ടായി എല്ലാരും കൂടെ അലക്കല്ലേ ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട്. വരുന്ന കാര്യം അലക്കല്ലേ ആരും കിടന്ന് അലക്കല്ലേ. ബാക്കിൽ മറ്റേ ടീം പ്രത്യേകിച്ച് കേട്ടാ. അണ്ണ സംസാരിച്ചത് എന്റെ ഷേക്ക് പോരാടാ. ഇതിന് രണ്ട് പറഞ്ഞു കുഴപ്പമില്ല. ഇനി ബാക്കിലോട്ട് ഇരിക്കണോ? ഗ്യാങ്സ് കാലുത്തി എന്ന് പറഞ്ഞ വേറെ സീനാവും. ടിക്കറ്റ് വലിക്കേ ഒരു 5 പൊറോട്ട ടിക്കറ്റ് വലിക്കോ? എടാ നീലേ നീലോടെ കട്ടല പൊട്ടിക്കാൻ എത്ര വട്ടം വരെ അല്ലല്ല എന്നെ കിട്ടി, എന്നെ കണ്ടില്ല. എന്തോ ഞാൻ ഡ്രസ് വേറായിരുന്നല്ലോ. കണ്ണാപ്പി വേറെ ഡ്രസ്സിലാണ്. ഇല്ലെങ്കിൽ ആദ്യം എന്നെ അല്ലേ കൊണ്ടോട്ടെ. എന്നെ പറഞ്ഞെടുപ്പിച്ചാണ്. ഓ വലിയ ആത്മാർത്ഥയാണ്. നിന്നെന്ത് വിളിച്ചേ? ഇതൊക്കെ വിളിച്ചോട്ടാ. ഈ തെരുവിളി സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് എന്നെയാണ് വിളിച്ചത്. അതാരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ തലച്ചോറില്ലാത്ത തുടക്കത്തിൽ ഒരു ഏകപുത്രൻ ആകെ അറിഞ്ഞു ഞാനും ഏവലുവാ. ഞാനും ആ ഏവല് ഞാനും മൂവിയാണ് ആദ്യം അറിഞ്ഞത്. എന്തൊക്കെ ഫ്രസ്ട്രേഷൻ എന്നെ വിളിച്ചത് വലിയ ഒരു അക്ഷരം പോലും വിളിച്ചില്ല. എന്റെ പ്ലാൻ എന്താ ഈ ഇവര് ഷേക്കിനെ കൊണ്ട് സോറി അറിയിപ്പിക്കായിരുന്നു എന്നെ ഇടിച്ചിട്ടേന്. അപ്പഴത്തേക്ക് തല്ലായില്ലേ. കടിച്ച മാപ്പിനെ കൊണ്ട് തന്നെ ഫസ്റ്റ് അറിയിക്കലായിരുന്നു. ബാക്കി എല്ലാരും ഉറങ്ങാനില്ല. പരതൂരായില്ല. എത്ര സമയത്തില്ല ഉറങ്ങട്ടെ. തലച്ചോറ് ഊരി വെച്ച് കിടന്ന് ഉറങ്ങൂടെ. അതിനെ എടുത്ത് വെച്ചാല് അപ്പൊ 30 days പോയത്. എന്ത് 30 days എന്താ പോവാൻ? നാളെ അടിക്കാൻ പറഞ്ഞ സമയം എടുക്കും. അത് ചെയ്യും. ഒരു 3 മണി വരെ അങ്ങനെ പോട്ടെ. ഓടി വരും. അമ്പത്തൂരിനെ എവിടെ കൊണ്ട് നിർത്തിയ? ഓ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ആരും പറയും. ഞാൻ ഒന്നും മറന്നിട്ടില്ല. നീ ഓക്കെ മതിയേ. ഹലോ ബ്രോ, നമ്മുടെ ഒരു കൂട്ടത്തിൽ ഒരാളെ ഹോസ്റ്റേജ് എടുത്തെന്ന് പറഞ്ഞായിരുന്നു. അത് എന്തിനാണെന്നൊന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഹോസ്റ്റേജ് നിങ്ങൾ നമ്മളെ ഫയർ ചെയ്ത് നമ്മള് ഇനീഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു. എങ്ങനെ നിങ്ങളെ ചുമ്മാ ഒന്ന് ഫയർ ചെയ്തോ? നിങ്ങളാണ് നമ്മളെ പപ്പടത്തിന് പിന്നെ അല്ല അതിനു മുമ്പത്തെ സിറ്റുവേഷൻ ഒന്നും പറഞ്ഞില്ലേ? അപ്പൊ കൂടെ ഉള്ളവര് ബ്രോയ്ക്ക് അറിയാവുന്നതായിരിക്കും ചിലപ്പോ ബ്രോ അടുത്ത് പറഞ്ഞേക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ കണ്ണാപ്പിയെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയിട്ട് ഒന്നും പറയാതെ വണ്ടി എടുത്ത് പോയല്ലോ. ബ്രോ അവനെ ഇടിച്ച് കൊന്നിട്ട് ഒന്ന് ആളൊന്ന് റസ് പോലും ആവാതെ അതിനു മുമ്പ് മറ്റേ ആർക്കോ വേണ്ടിട്ട് ഒരു സോറി പറഞ്ഞിട്ടൊക്കെ പോവാണോ? സോറി പറഞ്ഞിട്ടില്ല. ഹലോ ബ്രോ ഞാനിവിടെ ഉണ്ടായിരുന്നു ബ്രോ. അവിടെ എന്നോടാണ് ബ്രോ സംസാരിച്ചേ. അത് എഴുന്നേറ്റ് പോകാനാണ് അവനോട് പറഞ്ഞത്. ഞാനാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനെ മോബിയുടെ അടുത്ത് മറ്റേ മോബിയുടെ തന്തയ്ക്കൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതെന്തായിരുന്നു ഒന്ന് കേൾക്കണമായിരുന്നു, അറിയാമായിരുന്നു. അതെ, അതായിരുന്നു സിറ്റുവേഷന്റെ അവിടെ ഒരു ഞാനും കണ്ണാപ്പി അവിടെ വന്ന് ഈ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി, കണ്ണാപ്പിനെ ഇടിച്ചു വന്നതിന്റെ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി ഞാനും കണ്ണാപ്പി അവിടെ പോയി. ചെന്നപ്പോ തന്നെ ഇവരെല്ലാരും മാറിപ്പോയി ചോദിക്കാൻ വന്നപ്പോ. അപ്പം ഈ ഇവരുടെ കൂട്ടത്തിൽ 2 പേര് വന്നിട്ട് എന്റെ ബൈക്കിൽ കയറിയിരുന്നത്. ആ ബൈക്ക് ഞാൻ ഇടിച്ചിട്ട്, ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, ഞാൻ ബൈക്ക് ഇടിച്ചു. എന്റെ ബൈക്ക് ആയതുകൊണ്ട് ഞാൻ ഇടിച്ചിട്ട് ഞാൻ ബൈക്ക് കയറുമ്പോ തന്നെ അവൻ വിളിക്കുന്നത് എന്താടാ തന്തയിലേമൊക്കെ നീയൊക്കെ സിറ്റിയിൽ അലങ്കാരമായിട്ട് നടക്കുവാണോ എന്ന് പറഞ്ഞ ചോദ്യം തിരിച്ചിങ്ങോട്ട്. നമ്മളെ പപ്പടത്തിന്റെ കാര്യമാണ്.
പിന്നെ ഫയർ ചെയ്തത് നമ്മളല്ല. ആദ്യം ഫയർ ഫയർ ചെയ്തത് നിങ്ങളാണ്. ആ സാംസുലേക്കാണ് എന്നെ ഫയർ ചെയ്തത് ഫസ്റ്റ്. അവൻ എന്നെ ഫയർ ചെയ്തത് അവന് ഓർമ്മയുള്ളൂ. അവനെ അടിച്ച് ഞാൻ അവന് കൊടുക്കാനുള്ള ഞാൻ അവിടെ തന്നെ കൊടുത്തിട്ടു. നമ്മളത് അറിഞ്ഞിട്ടില്ല. ഗ്യാങ്ങിന് വേണ്ടിട്ട് ഒരു സാധനം സംസാരിക്കാൻ വരുമ്പോ അറ്റ്ലീസ്റ്റ് അല്ലടാ മാക്കെ ഞാൻ പറയട്ടെ, ഈ ഫുൾ POV വെരിഫൈ ചെയ്യാനുള്ള ടൈം ഫ്രെയിം ഒന്നും ആയിട്ടില്ല. നമുക്കിത് മുഴുവൻ കണ്ടിട്ട് വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നമ്മളിത് മുഴുവൻ കണ്ടിട്ടില്ല. എന്റെ പൊന്നു മാക്കെ ടൈം ഫ്രെയിമും മറ്റേ കാണാനും ഒന്നും പോകണ്ട മാക്കെ. സ്വന്തം സിറ്റുവേഷനിലുള്ള മെമ്പറിനോട് എന്താ പറ്റിയെന്നൊന്ന് ചോദിച്ചാൽ മതി. അതിന് ടൈം ഫ്രെയിം ഒന്നും കാണണ്ട. ആര് POV കാണാൻ? ഞങ്ങള് POV അതാ ഞാൻ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ചോദിക്കണം, ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിക്കണം എന്താണെന്ന്. പറഞ്ഞ ഞാൻ ചോദിക്കണം ബ്രോ, എന്താ പറ്റിയെന്ന് ചോദിക്കണം. ഇവരുടെ അടുത്ത് വന്ന് തന്തയില്ലായ്മ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ നീയൊക്കെ കേറി തന്തേനാണോ വിളിക്കുന്നേ? എന്നാ പിന്നെ നാളെ തൊട്ട് സിറ്റിയിൽ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ നിന്റെ വണ്ടിക്ക് തട്ടിട്ട് തന്ത കളിക്കുന്നേക്കെ. ഇതിപ്പോ നിങ്ങളാണല്ലോ നാളെ തൊട്ട് ഇതുപോലെ ഷേക്കിന്റെ വണ്ടി ബ്രോ. ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പറയണത് പോലെ ഡ്രോപ്പ് ചെയ്യൽ പരിപാടി ഒന്നും ഞങ്ങളുടെ അതിലേ വരുന്നൊരു കാര്യമില്ല. തല്ലാനുള്ള പ്ലാനാണ് ഞങ്ങളോട് പറഞ്ഞത്. മനസ്സിലായി? സമയം മാത്രം പറഞ്ഞാൽ മതി. സമയം എപ്പോഴാന്നൊക്കെ പറഞ്ഞാൽ മതി. ഞങ്ങള് നമ്മളെ കൂട്ടത്തിൽ അല്ല ബാക്കി അങ്ങനെ പ്രോപ്പർ ഒരു കാര്യം ചോദിക്കട്ടെ. നീ റിപ്പയറിന്റെ അവിടെ ചത്തിടക്കണ്ടല്ലേ, എന്നിട്ട് വീണ്ടും കണ്ടായിരുന്നല്ലോ. അടിച്ചതൊന്നും കാണേണ്ട ആവശ്യമില്ല മാക്കെ. റീഎൻട്രി ചെയ്യാൻ പാടില്ല. നമ്മുടെ ആരും വന്നില്ല രണ്ടാമത്. മനസ്സിലായോ? ഞങ്ങളൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് മറ്റേ FRP ഒന്നും വലിക്കണ്ട. ഞങ്ങൾക്ക് FRP വലിക്കണം. ഞങ്ങളുടെ കൂടുതൽ ഞങ്ങളത് വലിക്കുന്നില്ല. വാസ്തു ബ്രോ, നമ്മള് നിങ്ങളെ ഒരു ഹോസ്റ്റേജ് ഇവിടെ കൊണ്ടുവന്ന് ആ ഹോസ്റ്റേജിനെ ഹോൾഡ് ഇട്ട സമയത്ത് നമ്മളിവിടെ KV അവിടെ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് നോക്കാൻ പോണില്ല. അതൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളോട് മറുപടി പറ. ഞാൻ ചോദിക്കുന്ന മറുപടി വർഷയ്ക്ക് നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് KV ആയിട്ട് നിങ്ങളുടെ പ്ലേസ് ഒരുത്തം കൊണക്കാൻ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങളൊരു ഹോസ്റ്റേജ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞോട് ശേഖരൻ പറയാതെ പറയുന്ന കാര്യം കേക്ക്. ഹോസ്റ്റേജിനെ റിലീസ് ചെയ്തു സംസാരിക്കാൻ പറയുന്നത് ഷേക്കെ മോനെ പറഞ്ഞേക്കണം.
ആടാ നീ കണ്ടോ നീ കണ്ടോ പക്ഷം നമുക്ക് ഞങ്ങളുടെ കാര്യം ഞാൻ പറയണം. നാളെ 10 മണിയാകുമ്പോൾ ഞങ്ങൾ പ്രിവാറുള്ളൂ. ഞങ്ങൾ 10 മണിയാകുമ്പോഴത്തേക്കും പ്രിവാറിന് റെഡിയാണ്. നാളെ സിറ്റുവേഷൻ അങ്ങനെ ഇതാക്കണം. ഞങ്ങൾക്ക് 10 മണിക്ക് ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ നാളെ 10 മണിക്ക് സിറ്റുവേഷൻ നാളെ ചേക്ക് നിക്കറില്ലാതെ ഓടും. മനസ്സിലായോ? നാളെ ചേക്ക് നിക്കറില്ലാതെ ഓടുന്ന കാണിച്ചാൽ മനസ്സിലായോ? അല്ല ഇതില് ഷേക്കാണ്. അതോ റാംബോ നീയാണോ ലീഡർ? നീ നാളെ നീ അത് ലൈനപ്പ് ഉണ്ടോ നോക്കടാ റാംബോ. നീ നാളെ ലൈനപ്പ് ഉണ്ടോ നോക്കട്ടോ. നീ നാളെ നീ വെടിയൊക്കെ ഇറങ്ങും നോക്ക്. എന്നിട്ട് നീ തൊലിക്കാമാ. നാളെ വാ നീയൊക്കെ നാളെ വാ. നീ നാളെ വാ. അല്ല അവൻ ലൈനപ്പ് ചെയ്തോ. അവൻ ലൈനപ്പില്ല. വെടിവെക്കാൻ അറിയത്തില്ലല്ലോ. വെടിവെക്കാൻ അറിയാന്നല്ലേ ലൈനപ്പ് എടുക്കത്തുള്ളൂ. മനസ്സിലായ അടിച്ചിട്ടിട്ട് കുളയ്ക്കാം. എല്ലാവരും കയറി വണ്ടിയിൽ നമ്മടുത്ത് കൊണ്ടുവന്ന് വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ സിറ്റുവേഷൻ വന്നത്. ഞങ്ങൾ റീ എൻട്രി ചെയ്തിട്ടില്ല. മാക്കിന്റെ വെറും തെറ്റാറിനെ ഞങ്ങൾ ചെയ്തിട്ടില്ല. നമ്മുടെ അഡ്മിൻസ് അത് പറഞ്ഞിട്ടില്ല. നമ്മുടെ ആകെ നമ്മുടെ റേഡിയോയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വെക്കുന്നത്. എല്ലാത്തിനും POV മനസ്സിലായി. പക്ഷെ നമ്മുടെ സംസാരിക്കാൻ നിൽക്കുന്നേ അഡ്മിൻസ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റേജ് സിറ്റുവേഷൻ ഹോൾഡ് ആണ്. ഹോസ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ അടിച്ചുകൂടാന്ന് ഇവിടെ ഒരു ഇതുള്ളൂ. ഹോസ്റ്റേജ് നമ്മൾ റേഡിയോയിൽ അവന് വലിയ കിഴപ്പാണ്. പൂർണിമാണെന്ന് വിളിച്ചാൽ പറയാം. തിരിച്ചാൽ കത്തിച്ചാരും പറഞ്ഞല്ലോ എടുത്ത ഹോസ്റ്റേജിന് കത്തിച്ചാരും. അത് ഡൗട്ട് ഉണ്ട്. POV കാണുന്നത് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് പോയത്. അതിനുശേഷം ഒന്നും പറഞ്ഞില്ല. വേറെ ആരോടെ പറയണ്ടേ മാക്ക? ടിക്കറ്റ് വലിച്ച് വാറൊക്കെ കളിക്കാനാണെങ്കിൽ ഇരിക്കേണ്ട വരും. ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്തു. മാക്കെ ഞാൻ അവിടെ വ്യക്തമായി പറഞ്ഞാണ് കത്തിച്ച ആളെ ഹോസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്യണമെന്ന് POV വെരിഫൈ ചെയ്തിട്ട് മിന്നൽ മാക്കെ റാംബോയുടെ അടുത്ത് വരെ ഞാൻ കാര്യം പറഞ്ഞിട്ട് വിട്ടു. റാംബോ നിങ്ങളുടെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പൊ പിന്നെ അറിയില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് മിന്നലെ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാണ് ബ്രോ. ബാക്കി ആരും സംസാരിക്കരുത്. മിന്നലെ ഒരു ഗ്യാങ്ങിലെ A to Z മെമ്പേഴ്സിന്റെ അടുത്ത് പോയി എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ അടുത്ത് പറയും അവര് റേഡിയോ കോൾ തരണം. അതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എന്റെ ഉത്തരവാദിത്തം അല്ല. ഒരു ഗ്യാങ്ങിലുള്ള 35 അടുത്ത് വേറെ പോയിട്ടും തീരുമാനം പറയേണ്ടത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ലീഡർ കോ ലീഡർ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ എന്റെ മിസ്റ്റേക്ക് അല്ലേ റാംബോ? അങ്ങനെ പറയരുത്. അഡ്മിൻ പറഞ്ഞില്ല. ഒരു മിനിറ്റ് ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. അതായത് റാംബോ ബ്രോ ഇപ്പം പറയണമായിരുന്നു. അങ്ങനല്ല, അഡ്മിൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയണമായിരുന്നു. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ബ്രോ അത് അഡ്മിന്റെ മണ്ടയ്ക്ക് വെക്കരുത്. അത് അഡ്മിന്റെ കുറ്റമല്ല. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്ലേസിന്റെ അടുത്ത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് മിന്നലിന്റെ POV വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ലീഡറിന്റെ അടുത്താണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഇമോട്ട് കാണേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ആട് ബ്രോ. ഇത് ഞാനുള്ള കാര്യം പറയാം. നമ്മൾ സംസാരിക്കാൻ വന്ന ആട് ബ്രോ ഇവിടെ വണ്ടി എടുത്ത് പോവാടാ. നീയൊക്കെ വണ്ടി എടുത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ട് സൈഡ് പിരിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. പിന്നെ ഇമോട്ട് ഇടുന്നതൊക്കെ ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ എല്ലാവരും പ്രൊവോക്ക് ചെയ്യരുത്. ഓക്കെ, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റില്ല. പ്രീവാർ ടൈം കൺഫേം ചെയ്തില്ല. 10 മണി നാളെ. ഓക്കെ, അടിച്ച് ഇറങ്ങിയിട്ട് കയറി വന്നാണ്. നാളെ വാ. എല്ലാം നാളെ പറഞ്ഞേ ഇവന്മാര് ഈ അടിച്ച മാറടക്കി ഇവന്മാര് നാളെ ഫ്രീ വാർ അടിക്കുന്നു നിനക്കൊക്കെ തോന്നണ്ടേ? ഇവന്മാര് നാളെ ടിക്കറ്റ് എന്തെങ്കിലും മരിക്കുന്നു.